ഇന്നിപ്പം മാരളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് ശരിയാ, നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പറഞ്ഞാൽ നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യ ചോദിച്ചത്. അത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ മോനെ ദിവാര, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. എന്ത് പറയാനാമേ? അവളുണ്ടില്ലേ അമ്മേ? എന്നൊരു വസ്തു കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് നിർബന്ധിച്ചെന്തെങ്കിലും കഴിപ്പിക്കായിരുന്നില്ലേ? പറയുന്നിട്ടാണോ? അനുസരിക്കണ്ടേ? വാശി. അത് മുഴുവൻ തിന്നടാ. അതെ മോളെ, സാരില്ല. ദിവാരേട്ടന് സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഇന്നലെ വരെ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടുണ്ടോ ദിവാരേട്ടൻ? ദിവാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കാം, നിന്നെ ഒഴിച്ച്. കുട്ടിയായിരിക്കുമ്പോഴ് ദിവാരേട്ടൻ നിന്നെ മോഹിക്കണതാ. നിന്നൊരാള് പത്നിയിച്ച് പോലും നിന്നെ അതിരുവിട്ട് സ്നേഹിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കുക? സാരമില്ല. ദിവാരേട്ടനോട് ദേഷ്യമുണ്ടോ നിനക്ക്? കുട്ടികളാകുമ്പോ ചില വിവരക്കേടും എടുത്തിയാട്ടവും ചില തമാശകളികളൊക്കെ ഉണ്ടാവും.
അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടന്. അത് പോട്ടെ, മറന്നുകള. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം. മിന്നണതെല്ലാം പൊന്നല്ല. ചോണയുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി വാടാ. എങ്ങനാ അങ്ങനെ പോകണേ? എന്തിനാടാ പടം മുഴുവൻ ഇളകി വന്നേക്കണത്? എന്റെ ഈശ്വരാ, എന്താ വേണ്ടേ? എന്റെ കുട്ടിയെ നീ കൊല്ലും. അല്ലടാ, കൊല്ലും. ഇപ്പൊ തല്ലേയുള്ളൂ. തെമ്മാടിത്തരം കാട്ടിയാൽ കൊല്ലും. നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം. എന്റെ ചക്കനെ കൈയും കണ്ണും കാണിച്ച് വശീകരിച്ചിട്ട് പരിസരത്ത് പാട്ടും കൂത്തും കാട്ടി എന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ന്യായം പറയണ. ഇനി പരിസരത്ത് അവനെ കണ്ടോ പണിയെടുത്ത് നിന്നില്ല, ചവിട്ടിയാൽ തണ്ടലൊടിക്കും. അപ്പൊ ഞങ്ങളുടെ കയ്യൊക്കെ മാങ്ങ പറിക്കാൻ പോകും. ചെക്കന്റെ മേത്തൊരു പാലത്തന്നെ വീണുണ്ടല്ലോ. ഇത് കണ്ടോ നീ? മരം പണിയാൻ മാത്രമല്ല ചങ്ക് കിളികളിൽ ഒടുക്കണ്ടല്ലോ. ഇപ്പൊ ചെയ്യും. ഊളത്തരം കാട്ടിയ ഇനി ഉണ്ടാവും. സ്റ്റേഷനിൽ കയറ്റി ഇടിച്ച് പതപ്പിച്ചില്ലെങ്കിൽ, നിന്റെ പണി ഞാൻ കളയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞുണ്ണ. പിന്നെ താനെന്റെ ഓലത്തും പോരാ. ആരെയാടാ നീ തല്ലി കൊല്ലാറാക്കിയത്? പോയി അന്വേഷിക്ക്. പോയി കിടക്കടി. കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ല, എന്നിട്ട് മതി എന്റെ ശശിയേട്ടനെ. അത് എന്റെ ശശിയേട്ടനെ തല്ലി ഓടിച്ച ഞാൻ നിങ്ങൾക്ക് സമ്മതിക്കുമെന്ന് കരുതിയോ? 5 വയസ്സ് മുതൽ കൂടെ കൊണ്ടുവന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ ദിവാരേട്ടേക്കാൾ വലുതാണോ ഇന്നലെ കണ്ടൊരു ആശാരിച്ചക്കൻ? അതെ, എനിക്കിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ്. അപ്പോ ദിവാരേട്ടൻ നിനക്കാരുമല്ല. ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഈ റെയിൽപാളത്തിൽ നിന്ന് എന്റെ കൈയും കാലും ഒക്കെ പെറുക്കി കൂട്ടേണ്ടി വരും നിങ്ങൾക്ക്. മോനെ, കേട്ടില്ല അമ്മേ, ഞാൻ ആരുമല്ല. അമ്മ രണ്ട് ചീത്ത പറയുന്നല്ലേ? എന്തെങ്കിലും ഇല്ല മോനെ. മോളെ മോളെ എന്താച്ചാ? അമ്മന്റെ അമ്മ പുഴയെ പോയി. ഒരു 11 മണി ആകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥലത്തേക്ക് വരാൻ പറ. വാ, കേറിയിരിക്ക. എവിടെ നിങ്ങളുടെ മരുമോൻ? അവനോട് ഇല്ല, വീട്ടിൽ പോയിരിക്കുക. തത്തമംഗലത്തിന് 2 ദിവസം കഴിഞ്ഞ് വരും. ദിവാര, കഴിഞ്ഞത് കഴിഞ്ഞു, നീ ഉണ്ടാവാണ്ട് നോക്കുക. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ വിഷമം ആരും മനസ്സിലാക്കണ്ട. ഞാൻ വെറും കരിവേപ്പില. ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കറിയുമെന്നറിയില്ല. തലയിൽ വെച്ച പേനരിക്കും, താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ അവളെ വളർത്തിയത്. മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല, മോളെ പോലെ ഞാൻ അവളെ നോക്കിയത്. ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല. അതായിരിക്കും എന്റെ തെറ്റ്. അത് പോട്ടെ. കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങോട്ട് മറക്കൂടാ. മറന്നില്ലെങ്കിലോ? വേണ്ട കുഞ്ഞുട്ടേട്ടാ, അവള് സുഖായിരിക്കണം, അത് മതി എനിക്ക്. ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം. എന്തിനാണ്? പെണ്ണു കാണാൻ.
എന്നിട്ട് അവളെ കെട്ടാൻ. അത് നടക്കുമെന്ന് തോന്നണല്ലോ എനിക്ക്. നടന്നേ പറ്റൂ. ജാതി നോക്കിയിട്ടൊന്നുമല്ലോ സ്നേഹിച്ചത്, മോഹിപ്പിച്ചിട്ട്. ഇതെന്താ തമാശ? അങ്ങനെ ഊരിപ്പോവാനാണെങ്കിൽ അതവന്റെ അവസാന. ഓർത്തോ?